ഇന്ന് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ എടുത്തിട്ടുള്ളത് 4 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിന്ന് എടുത്തിട്ടുള്ളത്. ചെറുപയർ, രാഗി, ഓട്സ്, ഉഴുന്ന്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഈക്വൽ മെഷർമെൻറ്റിൽ നമുക്ക് നമ്മളുടെ ധാന്യങ്ങൾ എടുക്കാം എളുപ്പ വഴിയാണ്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളും എടുത്താൽ മതി. അപ്പോൾ ഞാൻ ചെറുപയർ, രാഗി, ഉഴുന്ന് ആദ്യം ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലവണ്ണം ഒരു 3-4 തവണയെങ്കിലും കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നല്ല അഴുക്കുണ്ടാവും. ഒരു 4 പ്രാവശ്യം എന്തായാലും കഴുകാൻ ശ്രമിക്കുക. അപ്പോൾ എന്താ പറയുക, ഇനി ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് സോക്ക് ചെയ്യാൻ വെക്കണം. മിനിമം ഒരു 5 to 6 hours എങ്കിലും, അതായത് ഒരു 6 മണിക്കൂർ 5 മണിക്കൂറെങ്കിലും എന്തായാലും കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയതിലോട്ട് നമ്മൾ മുഴുവനെയുള്ള റോൾഡ് ഓട്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ ഓട്സിൻ്റെ കൂടെ 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഞാനത് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. കൃത്യം 1 ഗ്ലാസ് വെള്ളം, അതിൽ കൂടെയരുത് കേട്ടോ. ഇപ്പോൾ ഇത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരുപാട് ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുക്കണ്ട. നേരിയൊരു തരിതരിപ്പ് പറ്റുകയാണെങ്കിൽ ആ രീതിക്ക് തന്നെ അരച്ചെടുക്കുക നോക്കുക. അപ്പോൾ നല്ല തരിതരിപ്പോട് കൂടിയും അരച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ ഒരു നേരിയൊരു തരിപ്പോട് കൂടി അരച്ചെടുക്കുക. പിന്നെ ഇപ്പോൾ നമ്മളുടെ സോക്ക് ചെയ്ത് വെച്ച വെള്ളം ഉണ്ടായിരുന്നില്ല, അത് ഫുള്ള് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു സ്വല്പം നമ്മളൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് നമ്മളുടെ ഈ ധാന്യങ്ങൾ നികയ്ക്ക് വെള്ളം ആക്കി കൊടുത്തിട്ട് നമുക്കത് അരച്ചെടുക്കാം കേട്ടോ. ബാക്കി വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് അരച്ചെടുത്തതിൻ്റെ ശേഷം നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കൊണ്ട് നമ്മളുടെ മിക്സിയുടെ ജാറ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് അത് നമുക്ക് നമ്മളുടെ ഈ ഒരു മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മാവിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നമുക്കിത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ട് യോജിപ്പിക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് നല്ല ഫ്ലഫി ആയിട്ടുള്ള മാവ് നമുക്ക് കിട്ടും. സാധാരണ നമ്മൾ ഇഡ്ഡലിക്കൊക്കെ ചെയ്യുന്ന പോലെ കൈ വെച്ചിട്ട് നല്ല രീതിക്ക് യോജിപ്പിക്കുകയാണെങ്കിൽ ഫ്ലഫിനെസ് കൂടും, നല്ല സോഫ്റ്റ് ആവും, നല്ല ഫ്ലഫിനെസ് ആവും നമ്മളെ ഇഡ്ഡലി. അപ്പോൾ ഈ ഒരു മാവ് കൊണ്ട് നമുക്ക് ഇഡ്ഡലി മാത്രമല്ല ദോശയും ചുട്ടെടുക്കാവുന്നതാണ്. ഗീ റോസ്റ്റ് ചുട്ടെടുക്കാം, ഒക്കെ ചെയ്യാം. അപ്പോൾ ദോശക്കൊക്കെ ചെയ്യുമ്പോൾ ഇത്തിരി വെള്ളം കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ ചുട്ടെടുക്കാൻ. കാരണം നമ്മളുടെ ഈ ഒരു ബാറ്റർ കുറച്ച് തിക്നെസ്സോട് കൂടിയുള്ള ബാറ്ററാണ്. ഇപ്പോൾ രാവിലെ ആണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇഡ്ഡലി ആയിട്ട് ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ചെറിയ കുഞ്ഞു ഇഡ്ഡലി ആയിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഒരു 3 എണ്ണം നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ വലിയ ഇഡ്ഡലി തട്ടാണെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം കഴിക്കാം, ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല, നമുക്ക് ഈവനിങ് ഡിന്നറായിട്ടും ഉപയോഗിക്കാം. പെട്ടെന്ന് വിശക്കൊന്നും ചെയ്യാതെ നല്ലൊരു ഈസി ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്, ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളെ ഇഡ്ഡലി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇനി നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിന്ന് സാമ്പാറൊന്നും എടുത്തിട്ടില്ല. കൂടെ ഞാൻ ഒരു കോക്കനട്ട് ചട്നി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു റെഡ് ചട്നി വേറെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 ചട്നിയാണ് ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സാമ്പാർ വേണമെങ്കിൽ സാമ്പാറും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ തയ്യാറായിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ടേസ്റ്റിംഗ് കിച്ചൺ വൈബ്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഒരുപാട് ഹെൽത്തി റെസിപ്പീസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അതും കൂടി കണ്ടിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക. നിങ്ങളുടെ ഡയറ്റിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് നമ്മളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ എന്താ പറയുക, നിങ്ങൾക്ക് പറ്റുന്ന ദിവസം പോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫാമിലീസ് ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, യൂസ്ഫുൾ ആവുന്നെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ ബാക്കി വന്ന മാവ് നമുക്ക്
ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ 2 ദിവസത്തിൽ കൂടുതൽ നമ്മളുടെ മാവ് സൂക്ഷിക്കരുത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.